ഞാൻ സിനിമാ പേര് പറയുന്നില്ല, കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാം. ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് ആ കാലം മാറിയില്ലേ? 2 വർഷം മുമ്പുള്ള മോൺസ്റ്റർ സിനിമയുടെ കാലം മാറിയ. ഞാൻ പേര് പറയേണ്ടത് വിചാരിച്ചാണ് നിങ്ങൾ. അതായത് മോൺസ്റ്റേഴ്സ് പ്രമുഖമായ ഒരു നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിന്റെ പേരുള്ള ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചിറങ്ങി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് പറയുന്നറിയോ, അതൊക്കെ സിനിമയല്ലേ എന്ന്. ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരും, ഞാൻ ഒരു വരി കൂടി അല്ല, മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ. കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ, മമ്മൂട്ടിയുടെ സംവിധാനം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ 99% മാധ്യമങ്ങൾക്കെതിരാകുന്നത് ഇത് കാരണമാണ്. ക്ഷമിക്കണം, എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഫ്ലോയിൽ ആ ദ്വയാർത്ഥ പ്രയോഗം പ്രൊമോട്ട് ചെയ്യാമോ? ആ ദ്വയാർത്ഥ പ്രയോഗം സെക്ഷലി കലർന്ന മാർക്കല്ലേ വേണം? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ വേണം? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണോ? അവർക്ക് ഓക്കെ ആകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഓക്കെയാണല്ലേ? അതുകൊള്ളാലോ, അവർക്ക് ഓക്കെ ആകുന്ന